ഹലോ, അസ്സലാമു അലൈക്കും. പാംനസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാൽ ഞാനൊരു ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയുണ്ട്. ചട്ടിപ്പത്തിരി, ഇറച്ചി കൊണ്ടുള്ള ചട്ടിപ്പത്തിരി. അതിലേക്ക് ഞാൻ ആവശ്യമായ സാധനങ്ങളാണ്. 2 സവാള അരിഞ്ഞതാണ് ഇട്ടത്, കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ഇതെല്ലാം കൂടിയാണ്. ഓക്കെ, ഇപ്പം ഗ്യാസ് ഓണാക്കുകയാണ് ഞാൻ. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് ഈ സവാള മുഴുവനും വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ചൂടാവട്ടെ. രണ്ട് സവാളയാണ് ഞാൻ എടുത്തത്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നല്ലോണം വഴറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ സവാള അതിലേക്ക് ഇടുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നു. ഉപ്പ് ഞാൻ കുറച്ചാണ് എടുക്കുന്നത്. ചിക്കനിൽ ഉപ്പ് ഇടുന്നതാണല്ലോ, അപ്പോൾ എല്ലാം കൂടി ഒരുപാടായാൽ ഉപ്പ് കൂടുതലാകും. അപ്പം ഞാൻ കൊണ്ട് കുറച്ച് ഉപ്പാണ് ഇതിലേക്ക് ഇട്ടത്. ഇനിയിപ്പോൾ നമ്മൾ മുട്ട ഇതൊക്കെ അടിച്ചെടുക്കുമ്പോൾ അതിലൊക്കെ ഉപ്പ് ചേർക്കുന്നതാണല്ലോ, അപ്പോൾ അതിന് കണക്കാക്കി ആവശ്യത്തിന് മാത്രം ഇടുക. ഓക്കെ, നല്ലോണം വഴറ്റിയെടുക്കട്ടെ കേട്ടോ. അങ്ങനെ സവാളയെല്ലാം നല്ലോണം കാണുന്നുണ്ട്, ചുവപ്പ് കളറായിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ മിക്സിയിൽ അടിച്ചതാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നു. കുറച്ച് കരിവേപ്പില ഇട്ടു. നല്ലോണം അങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കും കേട്ടോ. വെളുത്തുള്ളി ഇതാ ഒരു 3 അല്ലിയാണ് കേട്ടോ. അതിൽ 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. ഇത് ചപ്പും മല്ലിച്ചപ്പിൻ്റെ രുചിയാണ് ഇതിന് കൂടുതൽ വേണ്ടിയത്. എന്നാലേ കേക്കിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചട്ടിപ്പത്തിരിക്ക്. അതിലേക്ക് ഞാനിത് അല്പം സാധാരണ മുളകും പൊടി കേട്ടോ. അല്പം ചെറിയ സ്പൂണിന് മഞ്ഞൾപ്പൊടി ഇട്ടത്.
എല്ലാം കൂടി നല്ലോണം യോജിപ്പിച്ചെടുക്കുക. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണ് ഗരം മസാല ചേർക്കും. ഇതിലേക്ക് ഒരല്പം മല്ലിപ്പൊടി, അത് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നമ്മുടെ സവാളയും മല്ലിച്ചപ്പും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചി പേസ്റ്റും എല്ലാം ഇതിലേക്ക് ചേർത്ത ചേരുവകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്കൊരു 10 മുട്ടയാണ് എടുക്കുന്നത്. അതിൽ ഒരു 5 നാടൻ മുട്ട കേട്ടോ, എൻ്റെ കോഴിൻ്റെ മുട്ടയാണ്. ബാക്കി ഞാൻ കടയിൽ നിന്ന് വാങ്ങിയത്. ഓക്കെ, അതിലേക്ക് ഞാനൊരു 1.5 ഗ്ലാസ് മൈദ നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ചപ്പാത്തി പരത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഞാനിതാ പരത്തിയെടുത്ത് ഓയിൽ പരത്തിയിട്ട് ഒട്ടിപ്പിടിക്കുന്നതിനാണ്. ഇത് ഞാൻ പരത്തിയിട്ട് വാട്ടിയിട്ട് കാണാം. ഇനി ഇതിലേക്ക് ഞാൻ ഈ കോഴിമുട്ട ഉടയ്ക്കുന്നു, ആവശ്യമായത്. ഓക്കെ, നാടൻ കോഴിമുട്ട ആകുമ്പോൾ ലേശം കളറ് കിട്ടും, ഒരു മഞ്ഞ കളറുണ്ടാവും. ഞാനൊരു 10 മുട്ടയാണ് എടുത്തത് കേട്ടോ. ചെറിയ മുട്ടയാണ് കേട്ടോ, നാടൻ കോഴിക്കുള്ള മുട്ടയ്ക്ക് വലിപ്പമുണ്ടാവില്ല. അതിലേക്ക് ഞാനൊരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നു. ഉപ്പ് കൂടുതലാകാണ്ട് നോക്കണം. ശേഷം ഏലക്കരിൻ്റെ പൊടി, ഏലക്കായിൻ്റെ കുരുമുളക് പൊടി കിട്ടുന്നു. ഓക്കെ, ഇത് നല്ലോണം ഇളക്കി കൊടുക്കും. പാത്രം നല്ലോണം ഓയിൽ കൊണ്ട് ചുറ്റിച്ച് കൊടുക്കുക.
ഇതേപോലെ ഇങ്ങനെ ആ മുട്ടയുടെ ഇത് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. അതിലേക്ക് ഇതിങ്ങനെ ചിക്കൻ്റെ അത് ഇതിലിങ്ങനെ വിതറി കൊടുക്കുകയാണ്. ചിക്കൻ ഇടുമ്പോൾ അധികം സൈഡിലേക്ക് വരരുത്, കുറച്ച് വിട്ടിട്ട് ഇടണം കേട്ടോ. അതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഈ പാത്രം ഒരു കുഴിയുള്ള പാത്രമാണ്, അതാണ് അത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പം ഞാനിത് കുക്ക് ചെയ്തിട്ട് വരാമേ. ഇതാ ഉണ്ടോ, ഞാനിത് ഒരു തക്കാളി മുറിച്ച് ഇതിൽ ഒരു ഭംഗിക്ക് വെച്ചതാണ് കേട്ടോ. നിങ്ങളതൊന്നും ചെയ്യണ്ട കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ, ഞാൻ കുക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇറച്ചിപ്പത്തി റെഡി ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നു, നോക്കട്ടെ കേട്ടോ, പറഞ്ഞുതരാം. നമുക്ക് നോക്കുക വെന്തോന്ന് നോക്കട്ടെ. ഓക്കെ, നല്ലോണം വെന്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇനി ഒന്ന് മറിച്ചിടാം. റെഡി ആയിട്ടുണ്ട് കേട്ടോ, കണ്ടോ. ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ, ചെറുതായിട്ടൊന്ന് ചൂടാക്കി. ഓക്കെ, ഞാൻ ആകെ ഒരു 10 മുട്ട 8 ചപ്പാത്തിയാണ് കേട്ടോ എടുത്തത്. ഞാനിതൊന്നും ഇപ്പം നല്ല വലുപ്പത്തിലായി വന്നിട്ടുണ്ട്. കാണുന്നുണ്ടോ, ഇതാ കണ്ടോ. ഇതാണ് ഇറച്ചിപ്പത്തിരി. ഓക്കെ, നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, കണ്ടോ.
ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, എല്ലാവർക്കും എത്തിച്ച് കൊടുക്കണേ. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.